നമസ്കാരം. ഇന്ന് ലോക നേതാക്കൾക്കിടയിൽ ഏറ്റവും അധികം സ്വീകാര്യതയുള്ള രാഷ്ട്രത്തലവൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ: ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ ലോക നേതാക്കളും വളരെയേറെ വ്യക്തിബന്ധം അദ്ദേഹവുമായി പുലർത്തുന്നുണ്ട്. തീർത്തും അനൗപചാരികമായിട്ടാണ് അദ്ദേഹം എല്ലാവരുമായി ഇടപെടുന്നത്. സാധാരണഗതിയിൽ പല ലോക നേതാക്കളും ചെയ്യുന്നത് പോലെ സ്ലോ മോഷനിൽ കൈയടിക്കുകയും സ്ലോ മോഷനിൽ കൈകൊടുക്കുകയും ചെയ്യുന്ന രീതിയൊന്നുമല്ല അദ്ദേഹം പിന്തുടരുന്നത്. ഒരു ഉറ്റ സുഹൃത്തിനെ പോലെ ആലിംഗനം ചെയ്ത് അവരെ അടുത്ത് ചെന്ന് സ്വീകരിച്ച് ഒപ്പം വാഹനത്തിൽ യാത്ര ചെയ്ത് അങ്ങനെ ഒരു കാർ ഡിപ്ലോമസി വരെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇറാന് നേർക്ക് ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ശരിക്കു പറഞ്ഞാൽ ആരും മുൻകൈയെടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിനെന്താണ് പരിഹാരം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമായി എത്തുകയാണ് ഇന്ത്യയിലെ ആദ്യത്തെ UAE സ്ഥാനപതി ഹസൻ ഹുസൈൻ മിർസ. പറയുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരൊറ്റ ആൾ വിചാരിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. അത് സാക്ഷാൽ നരേന്ദ്രമോദിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹസൻ മിർസ പറയുന്നത് നരേന്ദ്രമോദിയുടെ ഒരൊറ്റ ഫോൺ കോൾ മതി ഈ യുദ്ധം അവസാനിക്കുമെന്നാണ്. അദ്ദേഹം ഇന്ത്യയിലൂടെ നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. അതിന് ഉപോത്ബലകമായ പല കാര്യങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. ഹുസൈൻ പറയുന്നത് നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ഭരണകൂടവുമായി ഇറാൻ ഭരണകൂടവുമായി ഒരുപോലെ അടുത്ത ബന്ധമുള്ള ആളാണ് അദ്ദേഹം. ഈ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് അവസാനമായി ഇസ്രായേൽ സന്ദർശിച്ച ഒരു രാഷ്ട്രത്തലവൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് രാജോചിതമായ വരവേൽപ്പാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഒരുപക്ഷെ ലോകത്ത് അമേരിക്കൻ പ്രസിഡന്റ് പോലും ലഭിക്കാത്ത തരത്തിലുള്ള അത്രയും വലിയൊരു സ്വീകരണമാണ് നരേന്ദ്രമോദിക്ക് അവിടെ ലഭിച്ചത്. മാത്രമല്ല അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഇന്ത്യ സജീവമായി ഇടപെടുന്നുണ്ട്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ തോതിലാണ് ഇസ്രായേൽ നമുക്ക് സഹായം നൽകുന്നത്. അതേസമയം തന്നെ ഇറാനുമായി നമുക്ക് വളരെ നല്ല ബന്ധമാണുള്ളത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷവും ഇറാനുമായി നമുക്ക് നല്ല ബന്ധമാണുള്ളത്. ഒരുപക്ഷെ ഇറാനിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. കൂടാതെ ഇറാനിലെ ചബഹാർ തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ഇപ്പോൾ ഇന്ത്യക്കാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുമായും ഉറ്റ സൗഹൃദം പുലർത്തുന്ന ഒരു മൂന്നാമത്തെ കക്ഷി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി വിചാരിച്ചാൽ അത് നിഷ്പ്രയാസം സാധിക്കും എന്നാണ് ഇപ്പോൾ ഹുസൈൻ ഇന്ത്യ ടുഡേയോട് പറയുന്നത്. ഇതൊരു പരിധിവരെ ശരിയുമാണ്. നേരത്തെ റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പലരും ചൂണ്ടിക്കാട്ടിയിരുന്നു നരേന്ദ്രമോദി ഇടപെട്ടാൽ ഈ യുദ്ധം അവസാനിക്കുമെന്ന്. നരേന്ദ്രമോദി യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ യുക്രൈൻ സന്ദർശിച്ചിരുന്നു, പിന്നീട് അദ്ദേഹം റഷ്യയെ സന്ദർശിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്നാൽ ഈ രാജ്യങ്ങൾ ഔദ്യോഗികമായി ആവശ്യപ്പെടാതെ ഒരിക്കലും ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് മധ്യസ്ഥ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ അവർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹം അതിന് തയ്യാറാകുമായിരുന്നു, അങ്ങനെ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുമായിരുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും ശക്തിയുള്ള അതെല്ലാ മേഖലയിലും സാമ്പത്തികമായും പ്രതിരോധമായും ഒക്കെ തന്നെ ഏറ്റവും ശക്തമായ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു ഡയമെൻഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ എന്തുകൊണ്ട് ഇതുവരെ അതിന് ആരും തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യവുമുണ്ട്. മാത്രമല്ല ഈ മുൻ അംബാസഡർ പറയുന്നതിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള ഏറ്റവും അധികം വിദേശികൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഇതിൽ ഇടപെടുമെന്നും അങ്ങനെ യുദ്ധത്തിന് ഒരു പരിഹാരമുണ്ടാവുമെന്നൊക്കെ തന്നെയാണ് ഹുസൈൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇറാൻ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ പ്രസിഡന്റ് പെഷസ്കിയാൻ പറഞ്ഞത് ഇനി ഇങ്ങോട്ട് ആക്രമിക്കാതെ ഞങ്ങൾ ആക്രമിക്കുകയില്ല എന്നും ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾക്ക് നേർക്ക് തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ ഖേദിക്കുന്നു എന്നൊക്കെയായിരുന്നു. പക്ഷേ അതിൻ്റെ തൊട്ട് പിന്നാലെ അദ്ദേഹം ഇത് പറയുന്ന സമയത്ത് പോലും ഇറാൻ മിസൈലുകളുമായി ഗൾഫ് രാജ്യങ്ങളെ നേരിടുക. ഗൾഫ് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ. പക്ഷേ എല്ലാ മിസൈലുകളും കൃത്യമായ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ എത്തണമെന്നില്ല. അത് വഴിയിൽ തടയപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും അത് തെറ്റി ചെന്ന് സാധാരണ ജനവാസ മേഖലയിൽ പതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആളുകൾക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ബഹ്റൈൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഭീഷണിയിലാണെന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും ഗൾഫ് മേഖല അശാന്തമാണ് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണ് ഹസൻ ഹുസൈൻ മിർസ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത്. ദീർഘകാലം ഇന്ത്യയിൽ അംബാസഡറായിരുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിന് വലിയ മതിപ്പാണുള്ളത്. ലോകത്തെ ഏറ്റവും സംസ്കാര സമ്പന്നമായ വലിയൊരു പാരമ്പര്യമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ള ഇന്ത്യയുടെ ഏറ്റവും ശക്തനായ ഒരു പ്രധാനമന്ത്രി ആയ നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നാണ് ഈ മുൻ അംബാസഡർ ഇപ്പോഴും തറപ്പിച്ച് പറയുന്നത്. കൂടാതെ നരേന്ദ്രമോദി സംബന്ധിച്ചിടത്തോളം ലോക നേതാക്കളുമായാലും അദ്ദേഹത്തിന് നല്ല ബന്ധമാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ടാണെങ്കിലും ഒക്കെ തന്നെ ലോകത്തെ പ്രധാനപ്പെട്ട എല്ലാ പ്രമുഖരുമായിട്ട് നല്ല ബന്ധമാണ്. ഒരുപക്ഷെ ഇവരെയൊക്കെ ഒരുമിച്ച് കോർത്തിണക്കിക്കൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് ഇന്ത്യ പോയാൽ ഈ യുദ്ധത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാകുമെന്നാണ് ഈ മുൻ അംബാസഡർ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ആ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ ഈ
ഇസ്രായേലോ ഇറാനോ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ അവർ ആവശ്യപ്പെടാതെ നമുക്ക് ഇടപെടാൻ കഴിയുകയില്ല എന്നുള്ളതാണ് നയതന്ത്ര രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിൽ പോലും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇക്കാര്യത്തിൽ ശക്തമായൊരു ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് ഹസൻ ഹുസൈൻ മിർസ ഇപ്പോൾ വിശ്വസിക്കുന്നത്.